ആ അവിടെ ചെന്നിരിക്കുന്ന എന്തിനാ? ആ റൂമിൽ കയറി കിടക്കാനാ? ആ എന്നാ കൊള്ളാം, അവ അങ്ങോട്ട് അടുപ്പിച്ചത് തന്നെ. എന്താ അമ്മ? ആ വാ അങ്ങോട്ട്, അടുക്കളയില് കിടക്കാൻ സ്ഥലമുണ്ട്. നാറ്റവും വെച്ചോണ്ടാ അവന്റെ റൂമിൽ ചെന്നേക്കുന്നു. വാഞ്ഞോട്ടെ. അവിടെയാ? ഏയ് നിന്ന് തിണങ്ങാഞ്ഞോട്ട് വാ, ഞാൻ കാണിച്ചു തരാം സ്ഥലം. അവിടെ ഇട്ടിട്. നല്ല അവിടെ കിടന്നു കേട്ടാ. അവന്റെ ഉമ്മ എഴുന്നള്ളാൻ പോയേക്കും. രാവിലെ എഴുന്നേക്കണം. എന്റെ ഉമ്മ ഇതറിഞ്ഞാൽ താങ്ങത്തില്ലല്ലോ റബ്ബേ. ഞാൻ എന്താ ചെയ്യട്ടെ? ഇവരെന്നെ ജോലിക്കാരിയായിട്ട് കൊണ്ടുവന്നേനോ? പിന്നെ എന്തിനാണ് എന്നെ നിക്കാൻ കഴിച്ചത്? ഞാൻ എന്റെ ഉമ്മാടെ കൂടെ ജീവിക്കത്തില്ലായിരുന്നു. അവരൊന്നും താങ്ങത്തില്ലല്ലോ റബ്ബേ. ഉമ്മ ഇതൊന്നും അറിയണ്ട. കഷ്ടം, അവര് പിന്നെ ജീവിച്ചിരിക്കത്തില്ല. എന്തായാലും നിക്കാഹ് കഴിച്ചെന്നല്ലേ പറയുന്ന, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ജോലി ചെയ്തിട്ടാലും കുഴപ്പമില്ല, ഉമ്മാക്ക് ഇനി ഒരു ബാധ്യത ആവണ്ട. ഞാൻ ഉമ്മാടെ അമ്മ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാൽ മതി. ഉമ്മ ഒന്നും അറിയണ്ട. ഉമ്മ അങ്ങനെയെങ്കിലും സന്തോഷിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ഇന്നത്തെ സന്തോഷം കണ്ടവർക്ക് ഇത് ഞാൻ എങ്ങനെ പറയും? എന്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് അവര് കരുതുന്നത്. എങ്കിലും പേരിനൊരു ഭർത്താവും കുടുംബമായില്ലേ. വെള്ളം കുടിക്കാം. ഈ ഉമ്മ ഇതിനകത്ത് വെള്ളം എടുത്തു വെച്ചില്ലേ? ഉമ്മ 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 ഉറങ്ങിയ? എനിക്ക് ഞാൻ പോയി തന്നെ വെള്ളം എടുത്തിട്ട് വരാം. ഡേയ് 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 യോ, നിന്നെ ഉമ്മ എവിടെയാ കൊണ്ട് കിടത്തിയത്? അത്
ഈ ഉമ്മാടെ ഒരു കാര്യം, ഉമ്മാക്ക് ഇത്ര കണ്ണി ചോരയില്ലേ? ആ കൊണ്ടുവന്ന് അടുക്കളയെ കൊണ്ട് കിടത്തിയേക്കുന്നു. എഴുന്നേര്, എഴുന്നേര് ഇവിടെ നിന്ന്. ഉമ്മ കഥ പറ. ഉമ്മ എന്താ ഇത് രാത്രി എവിടെ കൊണ്ടുവന്ന് ബ്ലാ? ഉമ്മ ദാ ഈ പെണ്ണെ നിങ്ങളെ റൂമിൽ കിടത്ത്. ആ എന്റെ റൂമിലൊന്നും കിടത്താൻ പറ്റത്തില്ല. ഇവിടെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കാനുള്ളതാ. ഉമ്മ ഇത് ഒരു മനുഷ്യജീവിയാണ്. ഞാൻ നിക്കാഹ് കഴിച്ചുകൊണ്ടുവന്ന പെണ്ണാണ്. നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ, ഒരു ചിന്ത എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾ അടുക്കളയെ കൊണ്ടുപോയി കിടത്തുന്നത്. നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞ അടുക്കളയിലാണ് കൊണ്ട് കിടത്തുന്നതെന്ന്. ഞാൻ എന്റെ റൂമിൽ ഇതുവരെ ആരെയും കയറി കിടത്തിയിട്ടില്ല. ഓ, അപ്പൊ ഇവിടെ കിടത്താൻ വയ്യ നിങ്ങൾക്കല്ലേ? അപ്പൊ അതാണല്ലേ. ബാ, എന്റെ റൂമിൽ കിടക്കാം. അങ്ങോട്ട് പോ. ബാ. അപ്പേ പണി പാളിയാ. ബാ, ദാ ഈ റൂമിലോട്ട് ബാ. റൂമിൽ കൊണ്ടുപോയാ പറയണ്ടായിരുന്നു. ഇവിടെ കെട്ടി കിടത്തിയാ മതിയായിരുന്നു. നീ എന്താ ചെയ്യും? ഇവ ഇങ്ങനാന്ന് ഞാൻ വിചാരിച്ചില്ലല്ലേ. എന്റെ ഉറക്കവും പോയി. ഇവിടെ കാണാൻ കാവലിരിക്കും. നീ ഇതാ ഇങ്ങോട്ട് കെടാ. എന്താ ഈ ഷീറ്റ് പിരുത്തിട്ട് അങ്ങോട്ട് കെടാ. ഞാൻ 2 ദിവസം കൂടെ ഇവിടെ കാണും. അത് കഴിഞ്ഞാൽ നിനക്ക് ഈ റൂം നിനക്ക് തന്നെ എടുക്കാം. അങ്ങോട്ട് കെടാ. ഏയ് ഇല്ല പെണ്ണ്. സഫിയത്തെ ഇങ്ങ് വന്നേ. സഫിയത്തെ ഇങ്ങ് വന്നേ. എന്തൊക്കെ ഇങ്ങ് വന്നേ. എന്താക്ക? 2-3 ജോഡി ഡ്രസ്സ് ഇതിനകത്തുണ്ട്. നിനക്ക് അളവാവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നീ അത് ഉപയോഗിക്കണം. ഇത് അങ്ങ് ഒഴിവാക്ക്. ഡ്രസ്സൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ഇവാള് കൊള്ളാല്ലേ. അളവ് കറക്റ്റ് അല്ലെങ്കിൽ മാറ്റിക്കൊടുത്ത് വാങ്ങാം. ആ നാറ്റം വെച്ചേക്ക് ഊരി കള. കൊണ്ടുപോ. ഇതങ്ങോട്ടുണ്ട് ഇട്ടാ നോക്ക്.
നിന്റെ കാതിലും കഴുത്തിലും കയ്യിലൊക്കെ കിടന്ന എന്തേ? ഉമ്മ, നിങ്ങൾ ഊരി മേടിച്ചതെല്ലാം തിരിച്ചു കൊടു. അവളീ കൂറായിട്ട് നടക്കൊന്നും വേണ്ട. ചെല്ല, അതെല്ലാം വാങ്ങി നീ അത് ഉപയോഗിക്കണം. അതിപ്പോ ഇങ്ങെടുത്ത് കൊടുക്കണം. ഓ, കൊടുക്കാം. എനിക്കെന്തിനാ അതൊക്കെ? ആ, നീയാള് കൊള്ളാല്ലോടി. ഒറ്റ രാത്രി കൊണ്ട് അവനെ മാറ്റിയെടുത്തല്ലേ. ഞാൻ വിചാരിച്ച കണക്കല്ല. ഞാനൊന്ന് പൂച്ചയെ കണക്കിരിക്കുന്നതിനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് അവനെ മാറ്റിയെടുത്തവളു. ഓ, ഇത് ഞാൻ കുറച്ച് പാടുപെടും. എന്റെ റൂമിലങ്ങ് വിളിച്ച് കിടത്താം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. എന്താ പറഞ്ഞ് കിടത്തും? ആ, കാല് വയ്യാത്ത കാര്യം പറയാം. സഫിയത്തെ, ഇങ്ങ് വാ. സഫിയത്തെ, എന്റെ കാല് വയ്യ, നീ ഒന്ന് തടവിത്താ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, എന്നെ ആ റൂമിൽ പിടിച്ചോണ്ട് കിടക്കുമ്പോ ഒന്ന് തടവിത്താ. വാ. ചടങ്ങായിട്ട് വരേണ്ടതാ, കൊച്ചുങ്ങൾ പോലും ഇല്ല. ആര് ഗേറ്റ് കടന്ന് വരുന്നത്? അയ്യോ, ഈ പെൺപിള്ളയാ. ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടായിരുന്നോ മോളെ കെട്ടിച്ചു തന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് ചാടിക്കയറി വരരുതെന്ന്? വരൽ ഇന്നത്തോടു കൂടി തന്നെ നിർത്തണം. ഇനി വരട്ടെ. കൊച്ചിനെ കാണാ. മക്കള് പരീക്ഷയ്ക്ക് വല്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഉണ്ടായിരുന്നേ. ഒറ്റയ്ക്ക് എങ്ങനെ ശല്യം. അല്ലാ, ഉമ്മ. മോളെ, മോളെ സഫി. എന്ത്? ആ, ഇത്ത ഇവിടെ ഉണ്ടായിരുന്ന? അല്ലെന്ന് മോളെ കാണാൻ. മോളെ കാണാനാ? എന്നെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും വന്നില്ലല്ലോ ഇത്ത. എനിക്ക് പിന്നെ പറയാൻ ബന്ധുക്കളൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. കൊച്ചുങ്ങളുള്ളത് സ്കൂളിൽ പരീക്ഷയുണ്ട്, അങ്ങോട്ട് പോയേക്കുന്നു. നീ വെച്ച് താമസിപ്പിക്കട്ട എന്ന് വിചാരിച്ചാണ് വന്നത്. വെറുതെ നക്കാപ്പിച്ചയ്ക്ക് മോളെയും കെട്ടി നീ ബന്ധത്താൻ സ്ഥാപിക്കാൻ വന്നേക്കുന്ന? ആ, കൊള്ളാല്ലേ. വലിയ വീട്ടുകാരുമായിട്ട് ബന്ധത്തെ സ്ഥാപിക്കാനായിട്ടാ ഇനി വന്നേക്കുന്നേ. മോളെ കെട്ടിച്ചെന്നൊന്നും പറഞ്ഞ് ഞാൻ അന്നേ ബ്രോക്കറോട് പറഞ്ഞിട്ടുള്ളതാ. കുടുംബവും ബാധ്യത ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഉമ്മ, ഇതെന്റെ മോക്ക് കൊടുത്തോട്ടെ. ഇതെന്തോന്ന്? ഓ, ഇതൊക്കെ ഇവിടെ കാണാതെ കിടക്കുന്ന?
ഉം. ഉമ്മായ പറഞ്ഞു വിട്. ഉമ്മായ കൂടെ മക്കളെ എല്ലാം കൂടെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനോ ഇവിടെ ബന്ധത്തെ സ്ഥാപിക്കാനോ ഒന്നും പറ്റില്ല. പെട്ടെന്നാവട്ടെ. പോട്ടുമ്മ. ഉമ്മ മറ്റൊന്നും വിചാരിക്കരുത്. പോട്ടുമ്മ. ആ ഉമ്മ അങ്ങനെയാണ്. ഇത് മോളെടുക്കണം. ഇതുമ്മ മോക്കായിട്ട് കൊണ്ടുവന്നതാ. എൻ്റെ മോളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കേ. എനിക്കൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലമ്മ. എൻ്റെ അനിയത്തിമാര് വരാൻ കൂടെ നിന്നതാ. എന്തായാലും അവർ വരാഞ്ഞത് തന്നെ കാര്യമായി മോളെ. ഇതൊന്നും അവർ കേൾക്കേണ്ടി വന്നില്ലല്ലോ. എൻ്റെ മോക്ക് സമയമുള്ളപ്പോൾ ഉമ്മയെ വിളിക്കുക, ഉമ്മയെ കാണാൻ വരിക ചെയ്യണേ. ഉമ്മയ്ക്ക് എപ്പോഴും മോള് വിഷമിക്കരുത് കേട്ടോ. സന്തോഷത്തെ ജീവിക്കണേ. മോള് സന്തോഷത്തെ ജീവിക്കുന്നത് മാത്രം ഉമ്മയ്ക്ക് അറിഞ്ഞാൽ മതി. ഉമ്മ വിഷമിക്കല്ലേ അമ്മ. ഉമ്മ വിഷമിക്കല്ലേ. എനിക്കൊരു കുഴപ്പമില്ലമ്മ. ഉമ്മ പോട്ടെ. ഞാൻ എടുത്തോളാം. പോട്ടെ. ക്ഷമിക്കണ്ട. ഉമ്മ വിളിക്കാം.